ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രാവിലത്തെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പാരിസൺ അല്ലെ, ഫ്രാക്ഷൻസിന്റെ കമ്പാരിസൺ ആയിരുന്നു പറഞ്ഞത്. അതില് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. നമ്മൾ ഏതായിരുന്നു പറഞ്ഞു വന്നേ? അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ. അത് കിട്ടിയായിരുന്നോ ചെയ്യാൻ? അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും ചെയ്യാൻ കിട്ടിയായിരുന്നോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തോ മിസ്സിനെ ഞാൻ അയച്ചു തന്നായിരുന്നു. അയച്ചെന്നായിരുന്നോ? ഞാൻ നോക്കിയില്ല. ഓക്കെ, അടുത്തത് അഡീഷൻ ഓഫ് ലൈക്ക് ഫ്രാക്ഷൻ. നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും, ഫ്രാക്ഷന്റെ അഡീഷനും സബ്ട്രാക്ഷനും പഠിക്കാനുണ്ട്. അതങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പറയാതെ മിസ്സിന്റെ ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞുതരാം എങ്ങനെ ആഡ് ചെയ്യണ്ടേന്ന്. ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ, സെയിം ആയിട്ടുള്ളത് മാത്രമേ നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനുള്ളൂ. ദാറ്റ് ഈസ് ലൈക്ക് ഫ്രാക്ഷൻ. ഓക്കെ, ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസ് ആണ് ലൈക്ക് ഫ്രാക്ഷൻ. അങ്ങനെയുള്ള ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ വേറെ ഒന്നും അതിൽ കാര്യമായിട്ട് ചെയ്യാനില്ല. ന്യൂമറേറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്യാം, ഡിനോമിനേറ്റർ അത് തന്നെ എഴുതാം. വേറെ എക്സ്ട്രാ ഒന്നും അതിനകത്ത് ചെയ്യാൻ വരുന്നില്ല. ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാം, ഡിനോമിനേറ്റർ സെയിം ഡിനോമിനേറ്റർ തന്നെ എഴുതാം. എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവും. ഇപ്പോ 5/8 പ്ലസ് 2/8 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 5 + 2 അത് ന്യൂമറേറ്റർ ആക്കി എഴുതാം, ഡിനോമിനേറ്റർ 8 തന്നെ എഴുതാം. ആഡ് ചെയ്യേണ്ട ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റർ ഏതാണോ അത് തന്നെ ഡിനോമിനേറ്റർ ആക്കി എഴുതാം. അപ്പൊ എത്ര വരും? 5 + 2 7/8. ഓക്കെ, ഇതിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് തന്നെ നോക്കാം. പേജ് നമ്പർ 81 എടുത്തേ ഒന്ന്. പേജ് നമ്പർ 81. അതിൽ fill in the missing digits. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പേജ് 80 എക്സൈസ് 2.5 ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. Page number 80, exercise 2.5. First question, add the shaded parts of the figures. ഒരു റെക്ടാങ്കിളിനെ 6 പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിൽ ഒരു പാർട്ട് ആദ്യം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് 4 എണ്ണം കൂടി ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1/6 പ്ലസ് 4/6 ഇങ്ങനെയല്ലേ വരുന്നത് അവിടെ. ആറ് പാർട്സ് ആക്കിയിട്ടുണ്ട്. 1 2 3 4 5 6. ഇതില് ആദ്യത്തെ ഒരു ഭാഗം ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ 4 പാർട്സും ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ടോട്ടൽ എത്രയാന്നല്ലേ കണ്ടുപിടിക്കണ്ടേ? ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്തതിന് നമ്മൾ എങ്ങനെ പറയും? 1/6. ഇതെത്രയാ? 4 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് 4/6. ടോട്ടൽ എത്ര പാർട്സ് ആ ഷെയ്ഡ് ചെയ്തതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 1/6 പ്ലസ് 4/6. അവിടെ ടെക്സ്റ്റിൽ എഴുതി വെച്ചോ, ഞാൻ എഴുതുമ്പോൾ തന്നെ. ഈക്വൽ ടു 1 +
4 by 6 equal to 5 by 6. Total എത്ര പാർട്സ് ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? 5 പാർട്സ്. ഇത് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എണ്ണി നോക്കിയാൽ തന്നെ മനസ്സിലാവും. 1 2 3 4 5. ഓക്കെ, അടുത്ത രണ്ടാമത്തത്. ഒരു സർക്കിളിനെ 14 പാർട്സ് ആക്കിയിട്ടുണ്ട്. 14 പാർട്സ് ആക്കിയതിൽ ആദ്യത്തേതിൽ 3 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3/14 പ്ലസ് രണ്ടാമത്തെ സർക്കിളിൽ 6 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 6/14. 3/14 പ്ലസ് 6/14. എന്നൊക്കെ 6 അല്ലേ? 1 2 3 4 5 6. 3/14 പ്ലസ് 6/14 എത്രയായിരിക്കും ടോട്ടൽ? ടോട്ടൽ അവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9. 9/14. മൂന്നാമത്തെ നാലാമത്തെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയെന്നാല് എത്രയാ വരുന്നേന്ന്. ഓക്കെ, മൂന്നാമത്തെ ആൻസർ 2/7 പ്ലസ് 3/7 ഈക്വൽ ടു 2 പ്ലസ് 3/7 ഈക്വൽ ടു 5/7 ആണോ? ഓക്കെ, ദെൻ നാലാമത്തത്. നാലാമത്തെ അവിടെ ചെയ്തിട്ടുണ്ട്. നാലാമത് അവിടെ ചെയ്തിട്ടുണ്ടോ? അതിൽ എത്ര പാർട്സ് ഷെയ്ഡ് ചെയ്ത് നോക്കിയാ മതി. ആദ്യത്തേത് 2/5. ആ ഷെയ്ഡ് ചെയ്ത ഭാഗം മാത്രം അവിടെ ഫില്ല് ചെയ്താൽ മതി. 2/5 1/5 ഈക്വൽ ടു 3/5. Next, page number 81, fill in the missing digits. കുറെ അഡീഷൻ ഫാക്ട്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതില് കുറെ നമ്പേഴ്സ് മിസ് ആയിട്ടുണ്ട്. എന്താണ് മിസ്? എക്സസൈസ് 2.5 2 ക്വസ്റ്റ്യൻ പറഞ്ഞുതരും. അന്നേരം വോയിസ് പോയായിരുന്നു. രണ്ടാമത്തതോ? 3/14 plus 6/14 equal to 9/14. ഇനി എന്തോ 7 plus 3/7 equal to അതല്ലേ? equal to 2 plus 3. Numerator 2 plus 3. Oh, 2 plus 3/7 equal to 5/7. ഫസ്റ്റ് മുതൽ ഒന്ന് പറഞ്ഞോ? ദൈവമേ, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ സമയം പോവില്ലേ? പെട്ടെന്ന് എഴുതിക്കോ. 1/6 plus 4/6 equal to 1 plus 4/6 equal to 5/6. രണ്ടാമത്തത് 3/14 plus 6/14 equal to 9/14. 9/14. മൂന്നാമത്തത് 2/7 plus 3/7. 2/7 plus 3/7 equal to 2 plus 3/7 equal to 5/7.
7. നാലാമത്തത് 2/5 plus 1/5. 2/5 plus 1/5 equal to 3/5. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി. fill in the missing digits. അവിടെ കുറെ അഡീഷൻ ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറെ ഡിജിറ്റ്സ് വിട്ടുപോയിട്ടുണ്ട്. അതൊക്കെ ഫില്ല് ചെയ്യണം. ഓക്കെ, എന്തായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/8 പ്ലസ് 5/8. എൻ്റെ കൂടെ തന്നെ എഴുതിക്കോട്ടോ. ഈക്വൽ ടു -/8. എത്ര 1/8 പ്ലസ് 5/8? 1 plus 5, 6/8. മിസ്സിംഗ് ലെറ്റേഴ്സ് ആണ് റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്. Then second one 5/12 plus 3/12 equal to -/12. 5/12 plus 3/12 equal to 5 plus 3, 8/12. Okay. Third one -/8 plus 1/8 plus 1/8 equal to 8/8. 8/8. അല്ല, ആദ്യത്തെ മിസ്സിംഗ് ഡിജിറ്റ്സ് എത്രയായിരിക്കും? ഇത് നോട്ടിൽ എഴുതണോ? വേണ്ട, ടെക്സ്റ്റ് തന്നെ ഫിൽ ചെയ്താൽ മതി. മിസ്സായ ഡിജിറ്റ് ഏതായിരിക്കും? ന്യൂമറേറ്റേഴ്സ് എല്ലാം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടണം. ഇവിടെ -+1 + 1 ആണ് 8. -+2 ആണ് 8. 2 എത്ര കൂട്ടിയാലാണ് നമുക്ക് 8 കിട്ടുന്നത്? മിസ് പേജ് നമ്പർ 81. 2 എത്ര കൂട്ടിയാലേ 8 കിട്ടുന്നത്? 2 plus എത്രയാണ് 8? 6. ഓക്കെ, അപ്പൊ ഇവിടെ മിസ്സായത് 6. 6/8 plus 1/8 plus 1/8 is equal to 8/8. ന്യൂമറേറ്റർ 8 കിട്ടണമെങ്കിൽ ഇവിടെ 6 തന്നെ വരണം. നെക്സ്റ്റ് 5/9 plus 5/9 plus 2/9 plus -/9 equal to 8/9. ന്യൂമറേറ്ററിൽ 8 വരണം. ന്യൂമറേറ്ററിൽ 8 വരണമെങ്കിൽ ഇവിടെ 5 plus 2 മാത്രമേ ഉള്ളൂ. ഇവിടെ എത്ര വരേണ്ടി വരും? 1. 5 plus 2 plus 1 ആണ് 8. അഞ്ചാമത്തത് 2/16 plus 4/16 equal to 6/-. അവിടെ എത്ര ഡിനോമിനേറ്റർ വരണ്ടേ? എത്ര വരണ്ടേ? എത്ര വരണ്ടേ? ഡിനോമിനേറ്റർ എല്ലാം സെയിം അല്ലേ വരണ്ടേ? അപ്പം സമ്മിന് എത്രയായിരിക്കും ഡിനോമിനേറ്റർ വരാ? 6/16. ഓക്കെ, 6/16. Next, last one 12/17 plus -/17 equal to 16/17. ന്യൂമറേറ്ററിൽ 16 വരണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും ആഡ് ചെയ്യണ്ടേ? 12 എത്ര കൂട്ടിയാലേ 16? 4.
പ്ലസ് 4 ആണ് 16. ഇതെല്ലാം കംപ്ലീറ്റ് ആക്കിയോ? യെസ്. ഓക്കെ, അടുത്ത 2 ക്വസ്റ്റ്യൻ ആഡും ഫൈൻഡ് ദ സം. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാവോ? യെസ്. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ ആൻസർ എഴുതി വെച്ചാൽ മതി കേട്ടോ. ടെക്സ്റ്റിൽ തന്നെ അതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇതേപോലെ തന്നെയാണ്. എന്തോ എന്നിട്ട് മിസ്സിനെ സെൻഡ് ചെയ്ത് തരണോ? സെൻഡ് ചെയ്ത് തരണം. ഇനി നമുക്ക് അടുത്തത് ഇതേപോലെ തന്നെ അഡീഷൻ പോലെ തന്നെ നമുക്ക് സബ്ട്രാക്ഷനും കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, സബ്ട്രാക്ഷൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ അഡീഷൻ ചെയ്ത പോലെ തന്നെ ലൈക്ക് ഫ്രാക്ഷൻസിന് സബ്ട്രാക്ഷൻ വരുമ്പോൾ ഡയറക്റ്റ് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. വേറെ ഒന്നും അതിൽ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യാനില്ല. വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. ഫ്രാക്ഷൻസിന്റെ അഡീഷനും സബ്ട്രാക്ഷനും കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ വരും. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ലൈക്ക് ഫ്രാക്ഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. അതിൽ സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആയിരിക്കും. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റേഴ്സ് മാത്രമല്ല ആഡ് ചെയ്തേ, അതേപോലെ ന്യൂമറേറ്റേഴ്സ് മാത്രം സബ്ട്രാക്ട് ചെയ്യാം. പേജ് നമ്പർ 8 ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, എന്നിട്ട് പറയാം. ഇപ്പോ 16/21 കുറച്ച് ചെറുത് പറയാം അല്ലേ? ഓക്കെ, 5/6 5/7 minus 3/7 5/7 minus 3/7 equal to എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. 5 minus 3/7 equal to 5 ന്ന് 3 മൈനസ് ചെയ്താൽ 2 എന്ന് കിട്ടും. 2/7 ആണ് ഇതിന്റെ ആൻസർ. മനസ്സിലായോ? ഒന്നും കൂടി പറഞ്ഞുതരാം, ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. 6/9 minus 4/9 equal to എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 6 minus 4/7 sorry 9 6 minus 4/9 equal to 2/9 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ, മനസ്സിലായോ? സബ്ട്രാക്ഷൻ മനസ്സിലായോ? അഡീഷൻ പോലെ തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. എക്സൈസ് 2.6 6 പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ എത്ര പാർട്സാ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? 5 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. 5 പാർട്സ് ഷെയ്ഡ് ചെയ്തതിൽ ഒരു പാർട്സ് നമ്മൾ മാറ്റിയാൽ ഇത്രയും ഷെയ്ഡ് ചെയ്തതിൽ ഒരു പാർട്സ് നമ്മൾ മാറ്റിയാൽ എങ്ങനെ മാറ്റുന്നു? ഇതാ, ഇത് നമ്മൾ ഒഴിവാക്കി കളയുന്നു. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമുക്ക് പറയാം? 5 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 6 പാർട്സ് ആക്കിയതിൽ 5/6. ആ 5 പാർട്സിൽ നിന്ന് 1 പാർട്ട് നമ്മൾ ഒഴിവാക്കി കളയുന്നു. 1/6. ബാക്കി എത്രയുണ്ട്?
ബാക്കി 1 2 3 4 പാർട്സ് മാത്രമേ ബാക്കിയുള്ളൂ. അതായത് 5 മൈനസ് 1 by 6 equal to 4 by 6. 4 by 6. വേണ്ട, എഴുതണ്ട. ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നതല്ല. ടെക്സ്റ്റിൽ അവിടെ ഫില്ല് ചെയ്താൽ മതി. എക്സൈസ് 2.6 ആദ്യത്തേത് ഫില്ല് ചെയ്താൽ മതി. സെക്കൻഡ് വൺ അതേപോലെ ഇത് എഴുതിയോ? 5 by 6 minus 1 by 6 equal to 5 minus 1 by 6 equal to 4 by 6. ആൻസർ തന്നിട്ട് എഴുതിയോ? രണ്ടാമത്തത് 5 5 ചോക്ലേറ്റ് ഉള്ളതിൽ 5 ഒരു ബോട്ടിൽ 5 ചോക്ലേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ആ 5 ചോക്ലേറ്റ് നമ്മൾ എടുത്തിട്ട് 3 നമ്മുടെ സിസ്റ്ററിന് കൊടുത്തു. ബാക്കി നമ്മുടെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടാവും? അതായത് 5 by 5 ചോക്ലേറ്റ്സ് ഉള്ളത് 5 ചോക്ലേറ്റ്സ് നമ്മൾ എടുത്തു. നമ്മൾ 3 5 ചോക്ലേറ്റ്സിൽ 3 ആർക്ക് കൊടുത്തു? സിസ്റ്ററിന് കൊടുത്തു. അവിടെ ഫില്ല് ചെയ്യാനുള്ളത് മിസ് റെഡ് കളറിൽ എഴുതുന്നുണ്ട്. 5 മൈനസ് 3 by 5 equal to 5 minus 3 എന്ന് പറയുമ്പോൾ 2 by ഡിനോമിനേറ്റർ സെയിം തന്നെ വരും 5. 2 by 5. 5 by 5 minus 3 by 5 is equal to 5 minus 3 by 5 equal to 2 by 5. എഴുതിയോ? നെക്സ്റ്റ് തേർഡ് വൺ 7 by 8 minus 4 by 8 equal to 7 minus 4 by 7 minus 4 by 8 equal to 7 minus 4 3 by 8. Third one answer is 3 by 8. അടുത്തത് 10 by 13 മൈനസ് ആ 10 എത്ര എണ്ണ മൈനസ് ചെയ്യാൻ വേണ്ടി ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? എത്ര എണ്ണ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? 4 by
13. 4 by 13 equal to 10 minus 4 by 13. 10 minus 4 by 13 equal to 10 minus 4, 6. 6 by 13. 6 by 13. കഴിഞ്ഞോ? യെസ്. ഓക്കെ, അതില് 83-ാമത്തെ പേജില് ഫൈൻഡ് ദ ഡിഫറൻസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. സി, ബി അല്ല സി. ഫൈൻഡ് ദ ഡിഫറൻസ്. അതും ടെക്സ്റ്റ് തന്നെ നിങ്ങൾ ആൻസർ എഴുതി വെക്കാം. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മിസ് ഇപ്പം പറഞ്ഞ സി ഫൈൻഡ് ദ ഡിഫറൻസ് ഹോംവർക്ക് ആണോ? ആ, ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഫൈൻഡ് ദ ഡിഫറൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, അതിന്റെ മേലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഏതൊക്കെയാ ഹോംവർക്ക് പറഞ്ഞേ? പേജ് നമ്പർ 81 സി ആൻഡ് ഡി. പേജ് നമ്പർ 83 സിയും. ഫൈൻഡ് ദ ഡിഫറൻസ്. ഓക്കെ, അത് 3 ഹോംവർക്ക് ആയിട്ട് ടെക്സ്റ്റ് തന്നെ ആൻസർ എഴുതിയാൽ മതി, നോട്ടിൽ എഴുതണ്ട. എന്നിട്ട് മിസ്സിന് അയച്ചു തരണേ, ശരിയാണോ നോക്ക്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്. മിസ് പേഴ്സണലായിട്ടാണോ അതോ ഗ്രൂപ്പിലാണോ? ഗ്രൂപ്പിൽ ഇടണ്ട, പേഴ്സണലായിട്ട് അയച്ചു തന്നാൽ മതി. ഓക്കെ, ബൈ. ബൈ ബൈ.